വീണ്ടും റിപ്പോർട്ടുകളിലേക്കാണ്. രാഷ്ട്രപതിയുടെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച ദേവസ്വം ബോർഡ് അപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. രാഷ്ട്രപതിയുടെ ദർശനം ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ടാണെന്നും ഭക്തരുടെ ദർശനത്തെ ബാധിക്കില്ലെന്നുമാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. രേഷ്മ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, രാഷ്ട്രപതിയുടെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ അത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് അപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ? ദേവിക, സാധാരണ രീതിയിൽ ശബരിമലയിലെ VVIP ദർശനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും യഥാസമയം ഹൈക്കോടതി അറിയിക്കേണ്ടതുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്നലെ ഈ രാഷ്ട്രപതിയുടെ ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഏത് വിധത്തിലാണ് നടത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു അപേക്ഷ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഈ ഒരു അപേക്ഷ, ദേവസ്വം ബോർഡിന്റെ അപേക്ഷ പരിശോധിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഉത്തരവ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പുറത്തിറക്കുകയും ചെയ്യും. അതാണ് സാധാരണ രീതിയിലുള്ള പതിവ്. പ്രധാനമായിട്ടും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയിൽ ദേവസ്വം ബോർഡ് പറയുന്നത് ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന രാഷ്ട്രപതിക്ക് വേണ്ടിയിട്ട് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് യാത്ര അത് നടത്തുന്നത് ഗൂർഖ എമർജൻസി വാഹനത്തിലൂടെ തന്നെയായിരിക്കും. അത് ഉപയോഗിച്ച് തന്നെയാണ്, പ്രോട്ടോകോൾ പ്രകാരമാണ് രാഷ്ട്രപതിക്ക് വേണ്ടിയിട്ട് ഗൂർഖ എമർജൻസി വാഹനം ഉപയോഗിക്കുന്നത്. മറ്റ് 6 വാഹനങ്ങൾ അനുഗമിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും ദ്രൗപദി മുർമുവിന്റെ ദർശന ഏർപ്പെടുത്തിയിരിക്കുന്നത്, അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നുമാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് ഭക്തരുടെ അവകാശങ്ങൾ യാതൊരു തരത്തിലും ഹനിക്കപ്പെടുകയില്ല. അവർക്കും സുഗമമായിട്ട് തന്നെ ദർശനം സാധിക്കുക തന്നെ ചെയ്യും. എന്തായാലും പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി വരുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നത്. മറ്റൊന്ന്, ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടും സന്നിധാനത്തേക്കുള്ള യാത്രയും തിരിച്ചുവരവും ഒക്കെ തന്നെ കേരള പോലീസിന്റെ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ ഒരു നേരിട്ടുള്ള മേൽനോട്ടം ഇക്കാര്യത്തിൽ ഉണ്ടാകും. ട്രയൽ റൺ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പുരോഗമിച്ചു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൃത്യമായിട്ട് ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ടും മറ്റ് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് ഈ യാത്രാ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നതും. ഗൂർഖ എമർജൻസി വാഹനവും മറ്റ് 6ഓളം വാഹനങ്ങളും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ള അപേക്ഷയിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇത് ഇന്ന് പരിഗണിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ ഏതെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമെങ്കിൽ അതും ഇടക്കാല ഉത്തരവിൽ ഉൾപ്പെടുത്തിയേക്കും. ദേവിക, ശരി. എന്തായാലും രാഷ്ട്രപതിയുടെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലാണ് ദേവസ്വം ബോർഡ് അപേക്ഷ നൽകിയിരിക്കുന്നത്. ആ അപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. രാഷ്ട്രപതിയുടെ ദർശനം ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ടാണെന്നും ഭക്തരുടെ ദർശനത്തിനെ ബാധിക്കുന്നില്ല എന്നുമാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. രേഷ്മയാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.